Welcome to Electrochemistry, Section 3, Electrolysis. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. Question number 43. What is electrolysis? എന്താണ് ഇലക്ട്രോളിസിസ്? The decomposition of an electrolyte when electricity is passed through it is known as electrolysis. കറണ്ട് കടത്തിവിടുമ്പോൾ, ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിന് വിഘടനം സംഭവിക്കും, ഡീകമ്പോസിഷൻ സംഭവിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. The decomposition of an electrolyte when electricity is passed through it is known as electrolysis. അടുത്ത ക്വസ്റ്റ്യൻ. State Faraday's first law of electrolysis. ഇലക്ട്രോളിസിസിനെ കുറിച്ച് പഠിച്ച സയൻറ്റിസ്റ്റ് ഫാരഡെയാണ്. അദ്ദേഹം കണ്ടെത്തിയ രണ്ടു കാര്യങ്ങൾ രണ്ടു നിയമമായിട്ട് അവതരിപ്പിച്ചു. അതിലെ ആദ്യത്തെ നിയമമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. State Faraday's first law of electrolysis. നോക്കൂ, the amount of substance deposited or liberated at an electrode is directly proportional to the quantity of electricity passing through the electrolyte. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആനോഡിൽ നിന്ന് സബ്സ്റ്റാൻസ് പുറത്തേക്ക് വരും, ലിബറേറ്റ് ചെയ്യും. കാഥോഡിൽ സബ്സ്റ്റാൻസ് ഡെപ്പോസിറ്റ് ചെയ്യും, അടിഞ്ഞുകൂടും. ആനോഡിൽ നിന്ന് സബ്സ്റ്റാൻസ് ലിബറേറ്റ് ചെയ്യും, കാഥോഡിൽ സബ്സ്റ്റാൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോളിസിസ് നടക്കും എന്ന് ഫാരഡേ മനസ്സിലാക്കി. അതായത് ലിബറേഷനും ഡെപ്പോസിഷനും കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് കറണ്ടിന് ആനുപാതികമാണ്. കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോളിസിസ് നടക്കും. കൂടുതൽ നന്നായി പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോളിസിസ് നടക്കും. അതായത് ലിബറേറ്റ് ചെയ്യുന്ന മാസും ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസും ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് deposited or liberated at an electrode is directly proportional to the quantity of electricity passing through the electrolyte. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. M is proportional to Q. Q എന്ന് പറഞ്ഞാൽ ചാർജ്, നമ്മൾ കൊടുക്കുന്ന ചാർജ്. എം എന്ന് പറഞ്ഞാൽ മാസ്. അത് ലിബറേറ്റ് ചെയ്യുന്ന മാസാവാം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസാവാം. മാസ് എന്ന് പറഞ്ഞാൽ മതി. കണ്ടോ, മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. കൂടുതൽ ചാർജ് കൊടുത്താൽ കൂടുതൽ മാസ് കിട്ടും, കൂടുതൽ ചാർജ് കൊടുത്താൽ കൂടുതൽ മാസ് കിട്ടും, കൂടുതൽ പഠിപ്പിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ. ഈ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുകയാണ്, ഒരു കോൺസ്റ്റന്റ് ചേർത്ത്. എം സമം കൊടുത്ത കോൺസ്റ്റന്റ് ZQ. സെഡിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലന്റ് എന്നാണ്. എന്താണ് സെഡിൻ്റെ പേര്? ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലന്റ്. Q എന്ന് പറഞ്ഞാൽ ചാർജാണ്.
ചാർജിന് പകരം നമുക്ക് എന്തെഴുതാം? കറണ്ട് ഇൻറ്റു ടൈം. കറണ്ട് ഇൻറ്റു ടൈം, IT. കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? M സമം ZIT. ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. എല്ലാ ടേമുകളും താഴെ എഴുതിയിട്ടുണ്ട്, നോട്ട് എഴുതിയെടുക്കാം. M is the amount of substance deposited or liberated. എന്താണ് Z? Z is the electrochemical equivalent. എന്താണ് Q? Q is the charge. Q എന്ന് പറയുന്നത് ചാർജാണ്. I എന്ന് പറയുന്നത് എന്താണ്? I is the current in ampere. കറണ്ട് ആണ് I. T is the time in seconds. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. ഇത് വെച്ച് ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ചോദിച്ചേക്കാം. M is equal to ZIT. M is equal to ZIT. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോയുടെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്. എന്താണ് ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്? നമ്മൾ പഠിച്ചു അല്ലേ? വി ഹാവ് M is equal to ZIT. When I is equal to 1 ampere, കറണ്ട് 1 ആംപിയർ ആണെന്ന് കരുതുക. ആൻഡ് T is equal to 1 second, സമയം 1 സെക്കൻഡ് ആണെന്ന് കരുതുക. അപ്പോൾ I ഒന്നാണ്, T ഒന്നാണ്. അപ്പം Z സമയം എന്തായിട്ട് മാറി? M. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ M ആണ്. എപ്പോൾ? കറണ്ട് 1 ആംപിയർ ആയിരിക്കണം, ടൈം 1 സെക്കൻഡ് ആയിരിക്കണം. അതായത് 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡ് സമയത്തേക്ക് കടത്തിവിടുമ്പോൾ, ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതോ ആയ മാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്. അപ്പോൾ നോക്കൂ, സോ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് ഈസ് ദ മാസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ്. എപ്പോൾ? when 1 ampere current is passed through the electrolyte for 1 second. 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡ് നേരത്തേക്ക് ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതോ ആയ മാസിനെ വിളിക്കുന്ന ഓമനപ്പേരാണെന്ത്? ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്. ആ ഡെഫിനിഷൻ പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. സെക്കൻഡ് ലോ എന്താണെന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, when the same quantity of electricity is passed through different electrolytes connected in series, the ratio of mass of different substances deposited or liberated are in the ratio of their chemical equivalent weights. എന്താണെന്ന് നോക്കാം. When the same quantity of electricity is passed through different electrolytes connected in series, ഒരേ കറണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റുകളിലൂടെ കടത്തിവിടുമ്പോൾ, ഈ ഇലക്ട്രോലൈറ്റുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ കറണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുമ്പോൾ നമുക്കറിയാം മാസ് കിട്ടും. അത് ലിബറേറ്റ് ചെയ്യുന്ന മാസ്സായിരിക്കാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ്സായിരിക്കാം. ഈ മാസുകളുടെ റേഷ്യോ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസാവാം അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന മാസാവാം, മാസ് എന്ന് കരുതിയാൽ മതി. ഈ കിട്ടുന്ന മാസ് എന്തിൻ്റെ റേഷ്യോയിലായിരിക്കും? അവയുടെ ഇക്വിവാലൻ്റ് വെയ്റ്റിൻ്റെ റേഷ്യോയിലായിരിക്കും. ഒരേ കറണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റുകളിലൂടെ കടത്തിവിടുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്നതോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ആയ മാസ് എന്തിൻ്റെ റേഷ്യോയിലായിരിക്കും? ഇക്വിവാലൻ്റ് വെയ്റ്റിൻ്റെ റേഷ്യോയിലായിരിക്കും. അതായത് കെമിക്കൽ ഇക്വിവാലൻ്റ് വെയ്റ്റിൻ്റെ റേഷ്യോയിലായിരിക്കും. അതാണ് പറയുന്നത്. പെട്ടെന്ന് ആലോചിക്കാൻ ഒരു ട്രിക്ക് പറയാം.
ഒരു അധ്യാപകൻ രണ്ട് കുട്ടികളെ ഒരേ സമയം ഒരേ ബെഞ്ചിലിരുന്ന് ഒരേപോലെ പഠിപ്പിക്കുന്നു. രണ്ടു പേർക്കും ക്ലാസ് എടുക്കുന്നത് ഒരേ അധ്യാപകനാണ്, അല്ലേ? ഒരേ കറണ്ടാണെന്ന് പറഞ്ഞ പോലെ ഒരേ അധ്യാപകനാണ്. രണ്ട് കുട്ടികൾക്കും കിട്ടുന്ന മാർക്കിൻ്റെ റേഷ്യോ എന്തിൻ്റെ റേഷ്യോയിലായിരിക്കും? അവരുടെ ബുദ്ധിയുടെ റേഷ്യോയ്ക്ക് ആയിരിക്കും. ഇപ്പം എ എന്നും ബി എന്നും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ എക്ക് കിട്ടുന്ന മാർക്ക് എയുടെ ബുദ്ധിക്ക് അനുസരിച്ചായിരിക്കും, ബിക്ക് കിട്ടുന്ന മാർക്ക് ബിയുടെ ബുദ്ധിക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരേ ആൾ പഠിപ്പിച്ചാലും കിട്ടുന്ന മാർക്ക് ഓരോരുത്തരുടെയും ബുദ്ധിക്ക് ആനുപാതികമായിരിക്കും. അതുപോലെ തന്നെ നമുക്കെന്താ പറയാം, ഒരേ കറണ്ട് കടത്തി വിട്ടാലും കിട്ടുന്ന മാസുകളുടെ റേഷ്യോ എന്തിൻ്റെ റേഷ്യോയിലായിരിക്കും? ഇക്വിവാലൻ്റ് വെയ്റ്റിൻ്റെ റേഷ്യോയിലായിരിക്കും. ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ സിൽവർ നൈട്രേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് ഫോർ ദി സെയിം ടൈം. ഒരേ കറണ്ട് കടത്തിവിടുകയാണ് ഒരേ സമയത്തേക്ക്. സിൽവർ നൈട്രേറ്റിലൂടെയും കോപ്പർ സൾഫേറ്റിലൂടെയും ഒരേ കറണ്ട് കടത്തിവിടുന്നു. ഒരേ സമയമാണ് രണ്ടിലും. രണ്ടുപേരെയും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഒരേ കറണ്ട് കടന്നു പോകും, ഒരേ സമയത്തേക്ക് ഒരേ കറണ്ട് കടന്നു പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റ്, മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റ്, സിൽവറിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്തിനോട് ആനുപാതികമായിരിക്കും? അതിൻ്റെ ഇക്വിവാലൻ്റ് വെയ്റ്റിനോട്. ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് സിൽവർ. കോപ്പറിൻ്റെ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനോട് ആനുപാതികമായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് കോപ്പർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് സമം എങ്ങനെ എഴുതാം? ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് സിൽവർ ഡിവൈഡഡ് ബൈ ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് കോപ്പർ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സിൽവറിൻ്റെ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? അതിൻ്റെ ഇക്വിവാലൻ്റ് വെയ്റ്റ് അനുസരിച്ചാണ്. കോപ്പറിൻ്റെ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കോപ്പറിൻ്റെ ഇക്വിവാലൻ്റ് വെയ്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരേ കറണ്ട് കടന്നു പോയാലും കിട്ടുന്ന മാസുകളുടെ റേഷ്യോ, അല്ലേ, അവയുടെ ഇക്വിവാലൻ്റ് വെയ്റ്റിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചായിരിക്കും. ഒന്നുകൂടെ മനസ്സിലാവാൻ ഇങ്ങനെ എഴുതാം: മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഈസ് ടു മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് സമം എങ്ങനെ എഴുതാം? ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് സിൽവർ ഈസ് ടു ഇക്വിവാലൻ്റ് വെയ്റ്റ് ഓഫ് കോപ്പർ. അതായത് കെമിക്കൽ ഇക്വിവാലൻ്റ് വെയ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മാർക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എയുടെ മാർക്ക് ഈസ് ടു ബിയുടെ മാർക്ക് സമം എങ്ങനെയായിരിക്കും? എയുടെ ബുദ്ധി ഈസ് ടു ബിയുടെ ബുദ്ധി. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന മാർക്ക് അവരുടെ ബുദ്ധിക്ക് ആനുപാതികമാണെന്ന് പറഞ്ഞതുപോലെ ഓരോ പദാർത്ഥങ്ങളുടെയും മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവയുടെ ഇക്വിവാലൻ്റ് മാസ് അനുസരിച്ചാണ് എന്ന് ഫാരഡേ കണ്ടെത്തി. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാവും. When the same quantity of electricity is passed through different electrolytes connected in series, the ratio of mass of different substances deposited or liberated are in the ratio of their chemical equivalent weights. അപ്പോൾ ഓരോരുത്തരുടെ മാസും അവയുടെ ഇക്വിവാലൻ്റ് വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോയെ വിളിക്കുന്ന പേരാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഇനി ഒരു നോട്ട്: ഇക്വിവാലൻ്റ് വെയ്റ്റ് എങ്ങനെ കാണും? അതായത് കെമിക്കൽ ഇക്വിവാലൻ്റ് വെയ്റ്റ് എങ്ങനെ കാണും? ഒരു മെറ്റലിൻ്റെ എങ്ങനെ കാണും എന്നുള്ളതാണ്. മെറ്റലിൻ്റെ കാണാനുള്ള ട്രിക്ക്: മെറ്റലിൻ്റെ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നീഡഡ് ടു റെഡ്യൂസ് കാറ്റയോൺ. കാറ്റയോണിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രോണിൻ്റെ എണ്ണം. ഒരു എക്സാമ്പിൾ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. സോഡിയത്തിൻ്റെ ഇക്വിവാലൻ്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വിവാലൻ്റ് മാസ് ഓഫ് സോഡിയം ഈസ് ഡാഷ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇക്വിവാലൻ്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അറ്റോമിക് മാസ് എടുക്കുക. അറ്റോമിക് മാസ് നമ്മൾ ക്ലാസ് ടേബിൾ നോക്കുമ്പോൾ 23 എന്ന് കിട്ടും. 23 ഡിവൈഡഡ് ബൈ സോഡിയത്തിൻ്റെ അയോൺ ഏതാണ്? Na+.
Na+നെ റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ വേണം? ഒരു ഇലക്ട്രോൺ. Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് സോഡിയമായിട്ട് മാറുന്നത്. അപ്പോൾ 23നെ 1 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണ് 23 എന്ന ആൻസർ കിട്ടിയത്. അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി എന്ന് എഴുതിയാലും മതി. അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. സോഡിയത്തിൻ്റെ വാലൻസി 1ആണ്. 23/1. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40ആണ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40ആണ്. അപ്പോൾ ഇക്വിവാലൻ്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇക്വിവാലൻ്റ് മാസ് ഓഫ് കാൽഷ്യം ഈസ് ഡാഷ്. എങ്ങനെ കണ്ടുപിടിക്കും? അറ്റോമിക് മാസ് എടുത്തു. എത്രയും 40. കാൽഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. Ca+2 ആണ്. കാൽഷ്യം 2+നെ റെഡ്യൂസ് ചെയ്യാൻ 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ കാറ്റയോണിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രോണിൻ്റെ എണ്ണം 2, 40/2. അങ്ങനെ ഉത്തരം എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അല്ലെങ്കിൽ 40 ഡിവൈഡഡ് ബൈ വാലൻസി എന്നാലോചിച്ചാലും മതി. കാൽഷ്യത്തിൻ്റെ വാലൻസി 2ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വിവാലൻ്റ് വെയിറ്റ് കണക്കാക്കുന്നത്. കെമിക്കൽ ഇക്വിവാലൻ്റ് വെയിറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലൻ്റ് നമ്മൾ പഠിച്ചു. ഇത് ഇക്വിവാലൻ്റ് വെയിറ്റ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഇപ്പോൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.